നന്ദുവിനേക്കാൾ വലുതല്ല എനിക്ക് ലോകത്തിലൊന്നും. അമ്മേ, എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാ ആ പാവം ഇതൊക്കെ ചെയ്യുന്നേ. എനിക്ക് വേണ്ടി വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടാൻ പോവുക. ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. ഒരു ജാതകത്തിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അങ്ങ് പറ്റിക്കോട്ടെ. ഞാൻ പറയാം അവളോട്. നന്ദ, അവളെ നീ തടയരുത്. നീ അവളെ തടഞ്ഞാൽ അതിനർത്ഥം അവളുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാ. അവള് ലോകത്തിലും മറ്റൊന്നിനെ കുറിച്ചും ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഇതവളുടെ സമർപ്പണം. ആ സമർപ്പണത്തെ ഭർത്താവ് അംഗീകരിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവള് തളർന്നു പോവും. അവൾക്കിപ്പോ ആവശ്യം ഉപദേശങ്ങളല്ല, ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കലുമല്ല. അവൾക്കാവശ്യം പിന്തുണയാ. താൻ ചെയ്യുന്നതിനൊക്കെ ഭർത്താവിന്റെ പിന്തുണയുണ്ടെന്ന് അറിയുന്നതാണോ, താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതാണോ? അതിലേതായിരിക്കും അവൾ ആഗ്രഹിക്കുന്നതെന്ന് നീ ചിന്തിക്ക്. എന്നിട്ട് തീരുമാനമെടുക്ക്. ഈശ്വരനോർത്ത് മാധവേട്ടാ, തന്നോട് ഞാൻ പലതവണ പറഞ്ഞു ഇവിടെ വന്ന് സത്യം ധർമ്മമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. ഇനി അങ്ങോട്ട് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ കാർത്തികേയ, ദൈവമാണ്. എന്നോട് ചുമ്മാ നമ്പർ ഇറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുതേ. മാധവേട്ടൻ പോകാൻ നോക്കും. കാർത്തികേയ, ഇപ്പൊ ഇവിടുന്ന് ഞാൻ പോകാം. ഇനി ഇങ്ങോട്ട് വരാതെ ഇരിക്കാം. പക്ഷേ എനിക്കും കുടുംബത്തിനും അന്തി ഉറങ്ങാൻ സ്വന്തമായിട്ടൊരു സ്ഥലമില്ല. എൻ്റെ വീട് കാർത്തികേയൻ്റെ കയ്യിലല്ലേ. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. എല്ലാം മായയാണെന്ന് പറയുന്ന വീടെന്തിനാ? വീട് മായ, അങ്ങനെ വിചാരിച്ചാൽ മതി. എനിക്കങ്ങനെ വിചാരിക്കാം. പക്ഷേ ഭാര്യയും മക്കളും എന്തു ചെയ്യും? അതുകൊണ്ട് കാർത്തികേയൻ ആ വീട് വിട്ടു തരണം. നാണം ഉണ്ടോടോ തനിക്ക്? എന്നെ ഈ തടങ്കലിലെത്തിച്ചിട്ട് ഇരക്കാമെന്നിരിക്കുക. വീടും കൂടിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം മോളുടെ കാര്യത്തില് ഒരു തീരുമാനമാവട്ടെ. അവക്ക് സുഖമാണോ? ചോദിച്ചു കേട്ടില്ലേ ദേവികയ്ക്ക് അവിടെ സുഖമാണോന്ന്? അവൾക്ക് ദോഷകാല കാർത്തികേയ. ദോഷകാലോ? അവളിപ്പോ MLA യുടെ മരുമോളല്ലേ? സുഖിച്ച് കഴിയല്ലേ അവള്? അല്ല, അവളവിടെ കരഞ്ഞു ജീവിക്കുക. എങ്ങനെ?